ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് എവിടെയല്ലേന്ന് വെച്ചാൽ അംഗനവാടി കേട്ടോ. എനിക്ക് മോന് അമൃതം പൊടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമൃതം പൊടി വാങ്ങുമ്പോൾ ഇപ്പോൾ അവനെയും കൂട്ടിയിട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് അംഗനവാടിയിലേക്ക് കൂട്ടിയിട്ട് പോകുന്നത്. ഇത്രയും നാളും അങ്ങനെ കൂട്ടിയിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അവന് ആദ്യമായിട്ട് കുറേ പിള്ളേരെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം വീട്ടിൽ ഒന്നെങ്കിൽ അവൻ്റെ ചേട്ടനല്ലേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ള പിള്ളേർ, അങ്ങനെ ഇത്രയും പിള്ളേരെ ഒരുമിച്ച് അവനങ്ങനെ കൂടെ നിന്ന് കളിച്ചിട്ടില്ല. അപ്പോൾ അവൻ എന്തോ വേണമെന്നോ എന്തെടുക്കണമെന്നോ തന്നെ അവൻ അറിയുന്നില്ല. അപ്പോൾ കുറേ നേരം കളിപ്പാട്ടെല്ലാം എടുത്ത് ഇങ്ങനെ പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ അടുത്ത് വാവേ വാവേ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടേനു. അവനാണെങ്കിൽ ഇങ്ങനെ മുടിയൊക്കെ പിടിച്ച് പറിക്കുമോ അടിക്കുമോ എന്നൊക്കെയായിരുന്നു എനിക്കൊരു ടെൻഷൻ. കാരണം മക്കൾ സ്നേഹിക്കാനാണല്ലോ കൂടുന്നത്, ചെറിയ വാവക്ക് അത് അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്തിങ്ങനെ വായിലോട്ട് വെക്കുക, എന്ത് കിട്ടിയാലും സാധാരണ വായിലൊക്കെ വെക്കുക. അപ്പോൾ എൻ്റെ പുറത്ത് ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്ത് സാധനം കിട്ടിയാലും ആദ്യം വായിലാണ് പോവുക. മൂത്താളും അങ്ങനെ തന്നെയാണ്, ഇവനും അങ്ങനെ തന്നെയാണ്. പിന്നെ മക്കളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. വലിയ പ്രശ്നം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ, മക്കൾ പുതിയ കുട്ടികളൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അവർ കരയുന്നത് കണ്ടിട്ട് ഇവനും കരച്ചിൽ തുടങ്ങും എന്നൊക്കെ ഞാനും വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, അവൻ നല്ല ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. അവർ കരയുമ്പോൾ എന്തിനാന്ന് പറഞ്ഞിട്ട് അടിക്കുക. ഒരാൾ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവനിങ്ങനെ അടിക്കണം. അതാണ് അവന് ഒന്നും കൂടെ അടിച്ചിട്ട് അവർ വേദനിക്കുക. അതാണ് അവൻ്റെ ഒരു കുട്ടീനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവനെ ഒരു വിധത്തിലൊക്കെ ഒന്ന് വിഷയം മാറ്റി കളഞ്ഞ്. അടിക്കല്ല എന്ന് പറയുന്നതാണോ ഇനി, അല്ല കരയല്ല എന്ന് പറയുന്നതാണോ എന്താണെന്നറിയില്ല. പക്ഷെ അവൻ ഇവന് വീട്ടിൽ മൂത്താൾ കരഞ്ഞാൽ ഇയാൾക്ക് പോയിട്ട് അടിക്കണം. പിന്നെ ഒരു കസേരയിലെല്ലാം കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ എല്ലാം ഇങ്ങനെ ഓടി നടക്കുക കേട്ടോ. എവിടെ എന്തെടുക്കണമെന്നോ അല്ലെങ്കിൽ ആരൊപ്പം കളിക്കണമെന്നോ ഒന്നും അറിയുന്നില്ല. അവൻ്റെ സന്തോഷം കൊണ്ട് വയ്യ. ഇതെനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് സാധാരണ വീട്ടിൽ ഇങ്ങനെ ഒരു മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ അടച്ച് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കളിപ്പാട്ടമായിട്ടിരുന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം പോലെ തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവനങ്ങനെ കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കളിക്കാനായല്ലോ എന്നൊക്കെ. ഓരോ കുട്ടികൾ കരയുമ്പോൾ അവനെ അടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് വെച്ചാൽ ഞാൻ അങ്ങനെ വീട്ടിലാണ് അങ്ങനെ തന്നെ കരയുന്നുണ്ട്, അടിക്കും. പിന്നെ ഒരു പിക്ചറെല്ലാം കണ്ടിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. വലിയ പിക്ചറല്ലേ, അപ്പോൾ അവനതൊരു കൗതുകമായിരിക്കാം. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവനിങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം ഓടുന്നുണ്ട്. ഇങ്ങനെ എന്താ എടുക്കുക, നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നടക്കാൻ തുടങ്ങിയോണ്ട് ഇപ്പോൾ എന്ത് വേണം നടക്കാം. പിന്നെ അവിടെ ഒരു മോള് ഇങ്ങനെ കഴിക്കുന്നപ്പോൾ അതിനകത്ത് കൈയിട്ട് കഴിക്കുന്നുണ്ട്. കടല കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ട് അടുത്ത പിക്ചറെല്ലാം ഇങ്ങനെ ഒട്ടിച്ചതൊക്കെ കാണിച്ചു കൊടുത്തതൊക്കെ പറിക്കാൻ നോക്കി. പിന്നെ മേലെ ഒരു ആന ഉണ്ടേനു. ആനനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടി കൊമ്പനാന കുട്ടപ്പാൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ വീട്ടിൽ പോകുന്നല്ലേ. ലിയോൻ്റെ അംഗനവാടി കഴിഞ്ഞ് ലിയോ എടി പോന്നേ. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ അംഗനവാടിയിലെല്ലാം കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ അംഗനവാടി പോയി. അംഗനവാടി പോയി വരാം. അംഗനവാടി എവിടെ പോയി? ഇവിടെ ഇപ്പോൾ ചേച്ചി എടുത്തു, ചേച്ചി ചേട്ടാ എടുത്തു. കുറച്ച് നേരം കളിച്ച് ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ഉറങ്ങുക, അങ്ങനത്തെ പരിപാടി. അപ്പോൾ ബൈ. അപ്പോൾ ഇനി നമ്മളെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ. വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിലൊരു കൊറിയർ വന്നത്. അപ്പോൾ ഈ കൊറിയറിനുള്ളിൽ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മറ്റൊരു വീഡിയോ കാണുക. അതുവരയ്ക്ക് ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.